ശ്രീ നജീബ് കാന്തപുരം, സർ, ഈ റൂളിംഗിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം. തീർച്ചയായിട്ടും ഞാൻ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് സാർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം റിലാക്സ് ചെയ്യണം. അല്ല, ഗൗരവം ഉള്ളത് കൊണ്ട് സമയ ക്ലിപ്തത പാലിക്കണം. ഓക്കെ സർ. നമ്മുടെ കേരളം കെട്ടിപ്പടുത്തതിൽ നമ്മുടെ പ്രവാസികൾക്കുള്ള പങ്ക് എല്ലാവർക്കും വ്യക്തമാണ് സർ. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ പ്രവാസി സമൂഹത്തെ ഏറ്റവും കൂടുതൽ കബളിപ്പിച്ച ഒരു സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രവാസി സമൂഹം ഏറെ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും റെമിറ്റൻസ് ഇക്കോണമിയിൽ നിന്ന് നമ്മുടെ നാട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ എന്നാലും നമ്മുടെ നാട് നിർമ്മിച്ചെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച പ്രവാസികളോട് ഒരു മിനിമം മര്യാദയെങ്കിലും നാം കാണിക്കേണ്ടതുണ്ട് സർ. ഇന്നത്തെ ഏറ്റവും ഗുരുതരമായ പ്രവാസികൾ നേരിടുന്ന ഒരു പ്രശ്നം ക്ഷേമനിധിയിൽ അംഗങ്ങളായ പ്രവാസികൾക്ക് പെൻഷൻ മുടങ്ങുന്നു എന്നുള്ളതാണ്. മാസങ്ങളായി അവർക്ക് പലർക്കും പെൻഷൻ ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് സർ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ പ്രവാസി സമൂഹത്തിലെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും പെൻഷൻ ആനുകൂല്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ. നമ്മളൊക്കെ ഗൾഫിൽ പോകുമ്പോഴും മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ലേബർ ക്യാമ്പുകളിലെ ഏറ്റവും ദുരിതാവസ്ഥയിൽ കഴിയുന്നവർ, കഫ്തീരിയയിൽ കഴിയുന്നവർ, അറബികളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ, നമ്മൾ ബെന്യാമിൻ്റെ ആടുജീവിതം പോലെ മരുഭൂമിയിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന പ്രവാസികളെയാണ് നമ്മൾ കാണുന്നത്. സാർ, 7,90,886 പേരാണ് ഇപ്പോൾ അംശാദായം അടച്ചുകൊണ്ട് ഈ പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇപ്പം നമ്മൾ പെൻഷൻ കൊടുക്കുന്നതാകട്ടെ കേവലം 94,666 പേർക്ക് മാത്രമാണ് സർ. 4 പോയിന്റുകളാണ് സർ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഒന്ന്, നമ്മളുടെ പല പ്രവാസികൾക്കും ഈ കുടിശ്ശിക തീർക്കാൻ കഴിയാത്തത് കൊണ്ട്, പലപ്പോഴും ആ സമയത്ത് അടിച്ചു തീർക്കാൻ കഴിയാത്തത് കൊണ്ട് കുടിശ്ശിക അംശാദായം കുടിശ്ശികയായതിൻ്റെ പേരിൽ മാത്രം അവർക്ക് പെൻഷൻ മുടങ്ങുന്ന സ്ഥിതിയുണ്ട്. ഇത് കഴിഞ്ഞ തവണ 2 വർഷം വരെ അവർക്ക് കുടിശ്ശിക അടക്കാനുള്ള സമയം ഉണ്ടായിരുന്നു സർ. അതുകൊണ്ട് നിർബന്ധമായും ആ 2 വർഷത്തിനുള്ളിൽ അവരുടെ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ സൗകര്യം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർ. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇത് ഒറ്റത്തവണയായി തീർപ്പാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം ചെയ്യണം സർ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരം കാറ്റഗറിയിലുള്ള വളരെ പ്രയാസപ്പെടുന്ന പ്രവാസികൾ സർ, ലൈഫ് സർട്ടിഫിക്കറ്റ് അവരെല്ലാ വർഷവും കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്കറിയാലോ സർ, സാർ ഒരുപാട് ഗൾഫിൽ പോയ ആളല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഇത്തരം ജോലി ചെയ്യുന്ന, മരുഭൂമികളിൽ ജോലി ചെയ്യുന്ന, ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട പ്രവാസിക്ക് ഒരിക്കലും അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി എംബസിയിൽ എത്താൻ കഴിയില്ല സർ. അത് അവർക്ക് സെൽഫ് അറ്റസ്റ്റേഷന് വേണ്ടി നമ്മളൊരു സൗകര്യം ചെയ്തു കൊടുക്കണം സർ. നമ്മളിപ്പോൾ 2 കാറ്റഗറിയിലായിട്ടാണ് അവർക്ക് ക്ഷേമനിധി പെൻഷൻ കൊടുക്കുന്നത്. എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഗൾഫിൽ തന്നെ നിൽക്കുകയും 5 വർഷം നമ്മുടെ അംശാദായം അടച്ചത് ശേഷം അവർക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളാണ്. അവർക്ക് വെറും 3,500 രൂപയും, എന്നാൽ ഗൾഫിൽ നിന്ന് തിരിച്ചു പോകുന്ന പ്രവാസിക്ക് 3,000 രൂപയും. അത് ബി കാറ്റഗറിയാണ് സർ. 30 കോടി രൂപയോളം ഇതിന് ആവശ്യമാണ് സർ. നമ്മളൊരു സർക്കാർ ഗ്രാൻഡ് അനുവദിച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് അത് 5,000 ആക്കി മിനിമം ആക്കി കൊടുക്കാൻ ഈ ഗവൺമെൻറ്, പ്രത്യേകിച്ചും നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ കൂടി ഞാൻ അങ്ങയോട് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മൾ ഒരുപാട് പെൻഷൻ വർദ്ധിപ്പിച്ചു, നമ്മൾ ആശാവർക്കർമാരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു, നമ്മൾ അംഗൻവാടി വർക്കേഴ്സിൻ്റെ പെൻഷൻ വർദ്ധിപ്പിച്ചു. ഈ പാവപ്പെട്ട പ്രവാസികൾക്ക് ഒരു 5,000 രൂപയെങ്കിലും നമ്മൾ പെൻഷൻ കൊടുക്കണം. പലർക്കും സർ അവർക്കൊരു രോഗാവസ്ഥയിൽ ഒരു മരുന്ന് വാങ്ങാൻ പോലും സ്ഥിതിയില്ല സർ. പലപ്പോഴും തിരിച്ചെത്തിയ പല പ്രവാസികളും ഒറ്റപ്പെട്ടു പോവുകയാണ് സർ. അവരുടെ വീട്ടുകാർക്കും വേണ്ട സർ, ആർക്കും വേണ്ട സർ, ഈ സർക്കാർ എങ്കിലും അവരുടെ കൂടെ നിൽക്കണം സർ. ഈ ഒരു അഭ്യർത്ഥനയാണ് സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, പ്രവാസി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി 2026 ജനുവരി മാസം വരെ ലഭിച്ച അപേക്ഷകളിൽ നിരവധി അപേക്ഷകൾ തീർപ്പാക്കാനുണ്ടെന്നതും 2026 ജനുവരിക്ക് ശേഷം ലഭിച്ച അപേക്ഷകളിൽ പെൻഷൻ അനുവദിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതും സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട അംഗം ശ്രീ നജീബ് കാന്തപുരം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ് ഗൗരവതരമായി അത് പരിശോധിക്കും. പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും സർക്കാർ സ്വീകരിക്കും. ഇവിടെ വിദേശത്തുള്ള പെൻഷൻകാർക്ക് എംബസി മുഖേന ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് അസൗകര്യമുള്ള സാഹചര്യത്തിൽ ആയതിന് പകരം ബോർഡിൻ്റെ വിദേശത്തുള്ള ഡയറക്ടേഴ്സിൻ്റെ വ്യക്തിഗത ഇമെയിലിൽ നിന്നും ലഭ്യമാകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിന് ഇപ്പോൾ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത്
2-3 വർഷത്തിൽ ഒരിക്കലാക്കിയാൽ മരണപ്പെടുന്നവരുടെ വിവരങ്ങൾ അറിയാത്ത സാഹചര്യങ്ങളിൽ മരണപ്പെട്ട പെൻഷനേഴ്സിനും പെൻഷൻ അനുവദിക്കേണ്ടതായി വരുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാലാവധി ദീർഘിപ്പിക്കണോ എന്നതും ജനപ്രതിനിധികൾ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മതിയെന്ന രീതിയിൽ ഇളവ് നൽകണമോ എന്നും ഗവൺമെൻറ് അടിയന്തരമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു.